ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഋതികയുടെ വീടാണ്. വേണു ഋതികയെ വിളിച്ചുകൊണ്ട് ഈ വിവാഹം നടക്കില്ലെന്നും രാജു നാട് വിട്ടു പോയെന്നും പറയുന്നു. ഈ വാർത്ത കേട്ട് ആകെ തകർന്ന് താഴേക്കിരിക്കുന്ന ഋതികയാണ് കാണിക്കുന്നത്. എന്താ മോളെ, എന്തു പറ്റിയെന്ന് യാമിനി ചോദിക്കുമ്പോൾ രാജു നാട് വിട്ടു പോയെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഋതിക. അവൻ വീണ്ടും ഇവളെ ചതിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അംബിക പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. തുടർന്ന് അംബിക ദീപകിനോട് പറയുകയാണ്, എടാ ആ രാജു നാട് വിട്ടു പോയെന്നാ ഇപ്പോ ആ വേണു വിളിച്ച് ഋതികയോട് പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്, എങ്ങനെയെങ്കിലും രാജുവിനെയും രമ്യനെയും തപ്പിയെടുക്ക്, എന്നിട്ട് രണ്ടിനെയും അങ്ങ് തട്ടിയേക്ക്. കൊലക്കുറ്റം നമുക്ക് പതിയെ പ്രതാപന്റെയോ അല്ലെങ്കിൽ ആ സരസ്വതിയുടെയോ തലക്കിട്ട് കൊടുക്കാം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദീപക്. പിന്നീട് കാണിക്കുന്നത് ഋതികയും അപ്പുവിനെയുമാണ്. ചേച്ചി, നമ്മളിനി എന്ത് ചെയ്യും, വല്യച്ഛനോട് എന്ത് പറയുമെന്ന് അപ്പു ചോദിക്കുമ്പോൾ ഋതിക പറയുകയാണ്, ഞാനാണ് രാജുവുമായിട്ടുള്ള വിവാഹം വേണമെന്ന് നിർബന്ധം പിടിച്ചത്. രാജു നിരപരാധിയാണ്. ഈ കല്യാണം നടക്കില്ലെന്ന് രാജു എന്നോട് എത്രയോ വട്ടം പറഞ്ഞതാ, പക്ഷേ ഞാനല്ലേ കേൾക്കാഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് ശേഖരൻ താഴേക്ക് ചെല്ലുന്നതാണ്. ഇത്രയും സമയമായിട്ടും രാജുവിനെയും രാജുവിന്റെ വീട്ടുകാരെയും കാണുന്നില്ലല്ലോ ശേഖര, അവരൊക്കെ എവിടെ പോയെന്ന് ചോദിച്ച് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രതാപൻ. അതേസമയം അംബികയും ദീപക്കും താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. അമ്മേ, രാജു മുങ്ങിയെന്നുള്ള സത്യം നമുക്ക് ചെന്ന് വിളിച്ചു പറഞ്ഞാലോ എന്ന് ദീപക് അംബികയോട് ചോദിക്കുന്നു. ഇവർക്ക് അമ്മയ്ക്കും മകനും നല്ല സന്തോഷമായെന്ന് തോന്നുന്നെന്ന് ശേഖരൻ മനസ്സിൽ പറയുന്നു. തുടർന്ന് അംബികയും ദീപക്കും കൂടി പ്രതാപന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ പ്രതാപ, മുഹൂർത്തമായല്ലോ, ഇതുവരെ രാജുവിനെ കണ്ടില്ലല്ലോ. ഞാൻ എന്താണെങ്കിലും ഒന്ന് വേണുവിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രതാപൻ വേണുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും കോൾ കിട്ടുന്നില്ല. അതേസമയം താഴേക്ക് വരികയാണ് ഋതികയും അപ്പുവും യാമിനിയും. ഇനി ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ മുഹൂർത്തത്തിന്. ഇതുവരെ ചെറുക്കനോ അവരുടെ ബന്ധുക്കളോ ഒന്നും തന്നെ വന്നിട്ടില്ലെന്ന്. എന്താ എല്ലാവരും ഇങ്ങനെ നോക്ക് കുത്തിയെ പോലെ നിൽക്കുന്നത്? ഋതികയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രതാപൻ ദേഷ്യത്തോടെ പറയുന്നു. അമ്മേ, അമ്മ സത്യമങ്ങ് പറയാൻ ദീപക് പറയുമ്പോ വേണ്ടടാ, അവള് തന്നെ പറയട്ടെ എന്ന് അംബിക പറയുന്നു. തുടർന്ന് എല്ലാവരുടെയും മുഖഭാവം കണ്ടുകൊണ്ട് പ്രതാപൻ ചോദിക്കുകയാണ്, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കേൾക്കുന്ന ഋതിക അച്ഛാ എന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. അതച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതേസമയം കൃത്യമായി രാജു പ്രതാപന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്താണെന്നുള്ള മുഖഭാവത്തിൽ പ്രതാപൻ ഋതികയെ നോക്കുമ്പോ ഏട്ടന് ദക്ഷിണ തരാൻ വേണ്ടിയാ ഇവള് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശേഖരൻ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാനായി ഋതികയോട് പറയുന്നു. പെണ്ണിന്റെ ആങ്ങള വേണം വരനെ സ്വീകരിക്കാൻ. ദീപകെ, നീ ഇങ്ങോട്ട് വരാനായി ശേഖരൻ പറയുമ്പോ എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് ദീപക് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല, നീ തന്നെ വരണമെന്ന് ശേഖരൻ പറയുമ്പോ അംബിക ദീപകിനോട് ചെല്ലാനായി പറയുകയാണ്. തുടർന്ന് രാജുവിന്റെ കാല് കഴുകി രാജുവിനെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് ദീപക്. തുടർന്ന് പ്രതാപൻ ചോദിക്കുകയാണ്, രാജു, വീട്ടുകാരൊക്കെ എന്തേ? അതൊക്കെ ഒരു പ്രശ്നമാണ് സാർ, ഞാൻ പിന്നീട് പറയാം, ആദ്യം താലികെട്ട് നടക്കട്ടെ എന്ന് രാജു പറയുന്നു. അങ്ങനെ രാജു മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുകയാണ്. തുടർന്ന് ഋതികയും മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുന്നു. രാജു സന്തോഷത്തോടെ ഋതികയെ നോക്കുമ്പോൾ പ്രതാപൻ രാജുവിന്റെ കയ്യിലേക്ക് താലിമാല എടുത്തു കൊടുക്കുന്നു. അങ്ങനെ രാജുവിന്റെ ഋതികയുടെയും വിവാഹം നടക്കുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അംബികയും ദീപക്കും. അങ്ങനെ പരസ്പരം ഹാരങ്ങൾ അണിയിച്ചതിന് ശേഷം ഋതികയുടെ സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ടു കൊടുക്കുകയാണ് രാജു. തുടർന്ന് ഋതികയുടെ കൈപിടിച്ച് രാജുവിനെ ഏൽപ്പിക്കുകയാണ് പ്രതാപൻ. ഇനി വലം വെച്ച് വന്നോളാൻ തിരുമേനി പറയുന്നു. അങ്ങനെ അവര് വലം വെക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ ഇരിക്കുന്ന രമ്യയുടെ ഫോണിലേക്ക് അംബിക വിളിക്കുന്നതാണ്. ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞതല്ലേ ആ രാജു ചതിക്കുമെന്ന്, അപ്പോഴോ നീ അതൊന്നും കേട്ടില്ല. എന്നാലേ നീ ഇപ്പോ ഒരു കാര്യം കേട്ടോ, രാജുവിന്റെ ഋതികയുടെയും വിവാഹം കഴിഞ്ഞു. എടി, രാജു ഋതികയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അംബിക പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രമ്യ. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ വീട്ടിലിരിക്കുന്ന വേണുവിനെയും രാധമ്മയും മറ്റുള്ളവരെയുമാണ്. എന്താണെങ്കിലും അവൻ കാണിച്ചത് മോശമായി പോയി. ഒരു പെണ്ണിനെ താലി കെട്ടാൻ പറ്റില്ലെങ്കിൽ അവൻ തുറന്നു പറയണായിരുന്നു എന്നൊക്കെ കൊച്ചമണി പറയുമ്പോ ഇവനിപ്പോ രണ്ട് വീട്ടുകാരെയല്ലേ ഒരുമിച്ച് ചതിച്ചതെന്ന് ജയനും പറയുന്നു. എന്റെ മോൻ എവിടെയും പോകില്ലായിരുന്നു. ആ ഋതികയെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാ അവൻ ഇവിടുന്ന് പോയത്. പക്ഷേ അങ്ങനെയല്ലല്ലോ രാധമ്മേ കാര്യങ്ങള്. അവന്റെ അമ്മ പറഞ്ഞ പെണ്ണിനെ കെട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ആയിരിക്കും എന്റെ മോൻ നാട് വിട്ടത്. അങ്ങനെ രാജുവിന്റെ പേരിൽ രണ്ടുപേരും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് രുക്മിണിയും രമ്യയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവരുടെ വരവ് കണ്ടുകൊണ്ട് ഇന്നിവിടെ എന്തെങ്കിലും നടക്കുമെന്ന് പറയുകയാണ് കൊച്ചമ്മിണി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.